ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവ മക്കളെ, യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. ഒരുവൻ്റെ പാപം ഒരു സമൂഹത്തെ മുഴുവനും ബാധിച്ചു എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് നാം ഇപ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങളെക്കുറിച്ച് അത് ചിന്തിക്കുകയാണ്. ആധാരമാക്കി യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ വായിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ. ഇസ്രായേൽ മക്കൾ ശാപഗ്രസ്തരായി തീർന്നതുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയാതെ ശത്രുക്കൾക്ക് പുറം കാട്ടേണ്ടി വന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുകയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ കർത്താവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി അടിയങ്ങൾ തന്നിട്ട് സ്തുതിക്കുന്നു. നിങ്ങൾ വായിച്ച് കേട്ടതായി തിരുവചനത്തിനായിട്ട് തന്നിട്ട് സ്തുതിക്കുന്നു. ഈ വചനവുമായി ബന്ധപ്പെട്ട അടിയങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന ആ തിരുവചന സത്യങ്ങളെ, ദൂതുകളെ ഞങ്ങൾക്ക് ശ്രമിപ്പാൻ തക്കവണ്ണം അടിയങ്ങൾ നീ സഹായിക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് തന്നിട്ട് സ്തുതിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇസ്രായേൽ ജനം വളരെ സന്തോഷഭരിതരായി എരീഹോവിലിനെ പിടിച്ചടക്കിക്കൊണ്ട് അവരിങ്ങനെ യാത്ര തുടരുകയാണ്. ഇസ്രായേൽ ജനം കനാനിൽ എത്തിച്ചേർന്നുവെങ്കിലും അവരുടെ യാത്ര പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. അവരുടെ പിതാക്കന്മാരുടെ ദേശമായ ശേഖമിൽ എത്തുന്നതുവരെ ആ ദേശത്തിലുള്ളതായ സകല ദേശങ്ങളെയും അവർ കീഴടക്കുന്നത് വരെയും അവർക്ക് യാത്ര തുടരേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു ദേശത്തെ, ഒരു പട്ടണത്തെ വീണ്ടും അവർ അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുകയാണ്. ആ പട്ടണത്തിൻ്റെ പേര് ഹായി എന്നാണ്. ഹായി പട്ടണത്തെ ഒറ്റുനോക്കുവാൻ തക്കവണ്ണം യോശുവ ഒറ്റുകാരെ പറഞ്ഞയക്കുന്നു. അവർ ഹായി പട്ടണത്തിൽ പ്രവേശിച്ച് അതിനെ ഒറ്റുനോക്കുകയാണ്. എരിഹോവിലുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു പട്ടണമാണ് ഹായി എന്ന് പറയപ്പെടുന്നത്. ഇവിടെ വളരെ ശക്തന്മാരായിട്ടുള്ള ആളുകളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ കൂടുതൽ അധ്വാനിക്കേണ്ടി വരികയില്ല എന്ന ഒരു വർത്തമാനമാണ്, ഒരു ദൂതാണ് ഈ ഒറ്റുകാർ യോശുവയെ പറഞ്ഞ് ധരിപ്പിക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ നാളുകളിൽ ദൈവം അവരോടുകൂടെ ഇരുന്ന് പ്രവർത്തിച്ചതായ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നിയേക്കാം. എന്നാൽ ഇവിടെ സംഭവിച്ചത്, ഹായി പട്ടണക്കാരും ഇസ്രായേൽ ജനങ്ങൾ വരുന്നു എന്ന് കേട്ടുകൊണ്ട് കനാനിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ ശക്തമായ പോരാട്ടത്തിന് തീരുമാനമെടുത്ത് സന്നദ്ധരായി അവിടെ കഴിഞ്ഞിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഒറ്റുകാർ പറയുകയാണ്, നമ്മൾ ഇസ്രായേൽ ജനങ്ങളെല്ലാവരും ഇത്രയധികം ജനം അങ്ങോട്ട് കടന്നു പോകേണ്ടതില്ല. ഒരു 2000-ഓ 3000-ഓ സന്നദ്ധ ഭടന്മാരുടെ യോദ്ധാക്കൾ കടന്നു പോയാൽ മതി. തീർച്ചയായിട്ടും നമുക്ക് വളരെ നിസ്സാരമായിട്ട് ഈ പട്ടണത്തെ കീഴടക്കാം എന്ന് അവർ പറയുക. ഇതനുസരിച്ച് മോശെ, യോശുവ 3000 പേരെ തിരഞ്ഞെടുത്ത് ഹായി പട്ടണത്തിലേക്ക് അതെ യുദ്ധത്തിനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അവർ അവിടെ യുദ്ധത്തിനായിട്ട് കടന്നു ചെല്ലുന്നു. ആ ഹായി പട്ടണത്തിൽ കടന്നു ചെല്ലുന്നതായ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചിരുന്നാൽ, ഈ ഹായി പട്ടണത്തിലുള്ളതായ യോദ്ധാക്കൾ ഇസ്രായേൽ ജനത്തെ വളരെ ശക്തിയോടുകൂടെ നേരിടുന്നതായിട്ട് കണ്ടെത്താൻ കൊണ്ട് സാധിക്കും. ഈ 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, 5ഉം 6ഉം വാക്യം വായിക്കുമ്പോൾ, ഹായി പട്ടണക്കാർ അവരിൽ 36ഓളം പേരെ കൊന്നു. അവരെ പട്ടണവാതിൽക്കൽ തുടങ്ങി ശെബാരിയും വരെ പിന്തുടർന്നു. മലഞ്ചെരിവിൽ വെച്ച് അവരെ തോൽപ്പിച്ചു. അതെ, ഈ ഹായി പട്ടണക്കാർ വളരെ ചുരുക്കമായിട്ട്, വളരെ കുറച്ച് മാത്രമുള്ളത് ചെറിയൊരു പട്ടണത്തിൽ കടന്നു ചെന്ന് അവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, ഏകദേശം 36ഓളം പേർ നശിച്ചു പോകുക അല്ലെങ്കിൽ മരിച്ചു പോകുവാൻ ഇടവരുത്തിയെന്ന് മാത്രമല്ല, അവരെ തോറ്റ് പുറംതിരിഞ്ഞ് ഓടുവാൻ തക്കവണ്ണം ഇടവരുത്തി. ഇത് കേട്ടതായ ഇസ്രായേൽ ജനം വളരെയധികം ഭാരപ്പെടുകയും
അവർ ദുഃഖിക്കുകയും അവരുടെ ഹൃദയങ്ങൾ വളരെയധികം വേദനിച്ചുകൊണ്ട് അവിടെ രക്തം ജലം പോലെയായി തീർന്നു എന്നും അവിടെ പറഞ്ഞിരിക്കുന്നു. യോശുവ ഈ വിവരം കേട്ടപ്പോൾ തൻ്റെ വസ്ത്രം കീറി മണ്ണ് വാരിയിട്ടുകൊണ്ട് കുഴി വാരിയിട്ടുകൊണ്ട് അവിടുത്തെ മൂപ്പന്മാരുമായി ദൈവത്തിൻ്റെ നിയമവട്ടത്തിൻ്റെ മുന്നിൽ വരികയാണ്. ആ മുന്നിൽ വന്ന് സാഷ്ടാംഗം വീണു. അവിടെ അവർ സന്ധ്യ വരെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ചെയ്തിട്ട് കണ്ടെത്തുവാൻ തക്കൊണ്ട് സാധിക്കും. ഇപ്പോൾ ദൈവം ഇടപെടുകയാണ്. മോശയോട് യോശുവയോട് യഹോവയായ ദൈവം ചോദിക്കുകയാണ്, നീ എന്തിനിങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നു? എഴുന്നേൽക്കാം. എന്തിന് ഇസ്രായേൽ പാപം ചെയ്ത വിവരം നീ അറിയാതിരിക്കുന്നത്? ഇസ്രായേൽ ജനം പാപം ചെയ്തിരിക്കുന്നു. ശപഥാർപ്പിതം അവർ മോഷ്ടിച്ച് ആഹാരങ്ങളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇസ്രായേൽ ജനം ശാപഗ്രസ്തരായി തീർന്നിരിക്കുന്നു. ഈ ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കുന്നില്ല എങ്കിൽ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുകയില്ല, നിങ്ങൾക്ക് ശത്രുക്കളുടെ പുറം കാട്ടേണ്ടി വരും എന്ന് യഹോവ അരുളി ചെയ്യുന്നതായിട്ട് കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെ തന്നെ സംഭവിക്കുന്നത്. യഥാർത്ഥമായിട്ട് ദൈവമായ കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കാതിരുന്നാൽ ശത്രുവാകുന്ന സാത്താന് നാം പുറം കാട്ടേണ്ടി വരും. ശത്രു നമ്മെ നശിപ്പിക്കുവാനും ശത്രു നമ്മെ തോൽപ്പിച്ച് ഓടിച്ചു കളയുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നമ്മെ പൂർണ്ണമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യുവാൻ തക്കണമെന്ന് മുഖാന്തരമായി തീരും. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ശോധന ചെയ്യുവാൻ, നമ്മുടെ പാവങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും നീക്കിക്കളയുവാനും തക്കവണ്ണം ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ദൂത് നമുക്ക് ഇവിടെ ഈ ഭാഗത്ത് നൽകുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദൈവമായ കർത്താവ് ഈ ശാപം നീക്കിക്കളയുവാനുള്ളതായ പരിഹാര മാർഗവും നിർദ്ദേശിക്കുന്നു. അതനുസരിച്ച് ദൈവം യോശുവയോട് പറയുകയാണ്, നീ എല്ലാ ഇസ്രായേൽ ജനങ്ങളെയും ഗോത്രം ഗോത്രമായി വിളിക്കുക, പിന്നെ അതിനെ കുലം കുലമായി വിളിക്കുക, അതിനെ കുടുംബം കുടുംബമായി വിളിക്കുക. ഈ കുലത്തിൽ നിന്ന് കുടുംബമായി വിളിക്കപ്പെടുന്നവരിൽ പിടിക്കപ്പെടുന്നതായി കുടുംബത്തിൽ നിന്ന് വ്യക്തികളെ കണ്ടെത്തി. അവർ ശാപമായി തീർന്നിരിക്കുന്നുണ്ട്. ആ ശാപം നിൻ്റെ ഇടയിൽ നിന്ന് നീക്കണം എന്ന് പറയുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെ ഈ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം യോശുവ പ്രവർത്തിക്കുകയാണ്. രാവിലെ ഗോത്രം ഗോത്രമായി ജനങ്ങളെ വിളിക്കുന്നു. അവരടുത്ത് വരുന്നു. യഹോവ പിടിക്കുന്ന ഗോത്രം കുലം കുലമായി അടുത്ത് വരണം എന്ന് പറയുന്നു. അങ്ങനെ ചെയ്തതനുസരിച്ച് ഇസ്രായേലിലെ ഗോത്രം ഗോത്രമായി വരുത്തി യഹൂദ ഗോത്രം പിടിക്കപ്പെട്ടു. അവൻ യഹൂദ ഗോത്രത്തെ കുലം കുലമായി വരുത്തി സർഗീയ കുലത്തെ പിടിക്കപ്പെട്ടു. അവർ സർഗീയ കുലത്തെ കുടുംബ കുടുംബമായി വരുത്തി സബ്ദി പിടിക്കപ്പെട്ടു. അവൻ്റെ കുടുംബത്തെ ആളാം പ്രതി വരുത്തി യഹൂദ ഗോത്രത്തിൽ സേരഹിൻ്റെ മകനായ സബ്ദിയുടെ മകൻ കർമ്മിയുടെ മകൻ ആഖാൻ പിടിക്കപ്പെട്ടു. ഉടനെ തന്നെ യോശുവ ആഖാനെ വരുത്തുകയാണ്. ആഖാനെ വരുത്തി ആഖാനോട് ചോദിക്കുകയാണ്, ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറയുക, നീ എന്ത് ചെയ്തു എന്ന് പറയുക, എന്നോട് മറച്ചു വയ്ക്കരുത് എന്ന് പറഞ്ഞു. ആഖാൻ യോശുവയോട്, ഞാൻ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയോട് പിഴച്ച് ഇന്നെന്ത് ചെയ്തിരിക്കുന്നു? സത്യം, ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായൊരു ബാബിലോന്യ മേൽത്തരം അങ്കിയും ഒരു മേലങ്കിയും 200 ശേക്കൽ വെള്ളിയും 50 ശേക്കൽ തൂക്കമുള്ള ഒരു പൊൻകെട്ടിയും എടുത്ത് ഞാൻ അതിനെ കൂടാരത്തിൻ്റെ തറയിൽ വസ്തുക്കളുടെ ഇടയിൽ കുഴിച്ചു മൂടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ തന്നെ യോശുവ ഈ ആഖാനെയും തൻ്റെ കുടുംബത്തെയും കുടുംബത്തിലുള്ള സർവ്വ കുടുംബാംഗങ്ങളെയും വസ്തുവകളെയും അവൻ്റെ കന്നുകാലികളെയും എല്ലാ
അവനെ തീയിലിട്ട് ചുടുകയും ആ കുടുംബത്തെ പൂർണ്ണമായിട്ടും അവരുടെ വസ്തുക്കൾ പൂർണ്ണമായിട്ടും തീയിലിട്ട് ചുടുകയും അവിടെ കല്ലെറിയുകയും ചെയ്തു. അങ്ങനെ വലിയൊരു കൽക്കൂമ്പാരം ഉണ്ടായി. ആ കൂമ്പാരത്തിന് ആഖോർ താഴ്വര എന്നാണ് ഇപ്പോഴും വിളിക്കപ്പെടുന്നത്. ഈ ജനം, ഇസ്രായേൽ ജനം, ഒരുവൻ്റെ പാപത്താൽ പരിപൂർണമായിട്ട് അത് കളങ്കിതരായിത്തീരുകയും ദൈവശാപം അവരുടെ മേൽ വരികയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് നിസ്സാരം വരുന്നൊരു ഹായി പട്ടണത്തെ അവർക്ക് നേരിടുവാനും എതിർക്കുവാനും തക്കവണ്ണം കഴിയാതെ പോയി. ഇവിടെ ദൈവത്തിൻ്റെ ആലോചന ഇല്ലാത്ത ഒരു പ്രവൃത്തി എന്ന് മാത്രമല്ല, പാപം ചെയ്തതിന് ശേഷമുള്ളതായ ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ ദൈവ കൽപ്പന ലംഘിച്ചുകൊണ്ട് ദൈവജനം മുന്നോട്ട് നീങ്ങിയതിൻ്റെ പരിണത ഫലമായിട്ടുള്ളതായ ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അത് കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഇങ്ങനെ ദൈവകൽപ്പന പ്രകാരം ഇസ്രായേൽ ജനത്തിൽ നിന്ന് അവരുടെ ശാപമായിരുന്ന, കളങ്കമായിരുന്ന ആഖാനെയും ആഖാൻ്റെ കുടുംബത്തെയും പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെട്ടപ്പോൾ പാപരഹിതരായി തീർന്നതായ ഇസ്രായേൽ ജനത്തിന്മേൽ ദൈവത്തിൻ്റെ പ്രവർത്തനം, ദൈവത്തിൻ്റെ ശക്തി വീണ്ടും വ്യാപരിക്കപ്പെടുവാൻ തക്കവണ്ണം കാരണമായി തീർന്നു. തൽഫലമായിട്ട് യോശുവ വീണ്ടും 30,000 അത് യുദ്ധയോഗ്യരായിട്ടുള്ളതായ, യുദ്ധത്തിന് സന്നദ്ധരായിട്ടുള്ളതായ വ്യക്തികളെ തിരഞ്ഞെടുക്കുകയും ഹായിലേക്ക് അയക്കുകയും ഹായിയെ നിഷ്പ്രയാസം അത് തോൽപ്പിച്ചുകൊണ്ട് ദൈവമക്കൾ വിജയം കരസ്ഥമാക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ തക്കൊണ്ട് സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആത്മീകമായിട്ട് ചില ആശയങ്ങളെ നമുക്ക് കണ്ടെത്തുവാൻ തക്കൊണ്ട് സാധിക്കും. ഒന്നാമതായിട്ട്, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരു പരിഹാര മാർഗം ദൈവസന്നിധിയിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാകുന്നു, അവൻ്റെ സന്നിധിയിൽ ഉപവസിക്കുകയാകുന്നു. ഉപവാസത്താലും പ്രാർത്ഥനയാലും നമുക്ക് അതെ പ്രതിസന്ധിക്ക് കാരണം എന്നെന്ന് കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നിരവധി പ്രശ്നങ്ങൾക്ക്, നിരവധി പ്രതിസന്ധികൾക്ക്, നാം നേരിട്ടുകൊണ്ടിരിക്കുന്നതായ ഭയങ്കരമായ ബുദ്ധിമുട്ടുകൾക്ക് അത് പരിഹാര മാർഗം ഒന്ന് മാത്രമേ ഉള്ളൂ. അവൻ്റെ സന്നിധിയിൽ നാം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുള്ളതാണ്. ഇവിടെ മോശ അത് തൻ്റെ പരിഹാര മാർഗത്തിനായിട്ടോ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കുകയാണ്. 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിൻ്റെ മുമ്പിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണ് കിടന്ന് അതേ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ ഏതൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവസന്നിധിയിൽ അതെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇവിടെ യോശുവ വസ്ത്രം കീറിയത് വിനയത്തെയും താഴ്മയെയും അതിലുപരി അതെ അവൻ്റെ ദുഃഖത്തെയും അത് സൂചിപ്പിക്കുന്നതാണെന്ന് നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കുകയാണ്. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, യോശുവ വസ്ത്രം കീറിയതുപോലെ നാം നമ്മുടെ ഹൃദയമാകുന്ന ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ട് വേദനപ്പെട്ടുകൊണ്ട് നമ്മൾ വിനയത്തോടുകൂടെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പണം ചെയ്തുകൊണ്ട് ദൈവത്തോട് നാം പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുമ്പോൾ ദൈവമായ കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും കേൾക്കുമെന്നുള്ളതാണ്. പ്രതികൂല സാഹചര്യങ്ങളുടെ പരിഹാര മാർഗം പ്രാർത്ഥനയും ഉപവാസവുമാണ്. കഴിഞ്ഞ നാളുകളിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ അനേകം വ്യക്തികൾ, രാജാക്കന്മാർ, സമൂഹം അവരൊക്കെയും അവരുടെ നിരവധി പ്രതിസന്ധികളെ അതിജീവിച്ചതായിട്ട് നമുക്ക് കണ്ടെത്തുവാൻ തക്കൊണ്ട് സാധിക്കും. അതുകൊണ്ട് കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നതായ ഏതൊരു പ്രതികൂല സാഹചര്യങ്ങൾക്കും പരിഹാര മാർഗം എന്ന് പറയപ്പെടുന്നത് അവൻ്റെ സന്നിധിയിൽ നമ്മൾ മുട്ടുമടക്കുക, അതെ ഉപവസിക്കുക,
പ്രാർത്ഥിക്കുക തന്നെയാണ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവ് സമാഗതമായിരിക്കുകയാണ്. അന്ത്യനാളുകൾ അടുത്ത് വന്നിരിക്കുന്നത് കൊണ്ട് യോവേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പോലെ അന്ത്യനാളുകളിൽ നിങ്ങൾ വിലാപത്തോടും കരച്ചിലോടും മുറവിളിയോടും ഉപവാസത്തോടും കൂടെ അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവിൻ എന്ന്. അത് നാം ഇന്ന് ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനായി ദൈവം നമുക്ക് പരിഹാരമാർഗവും അത് നൽകുന്നു എന്ന് കണ്ടെത്തുവാൻ കൊണ്ട് സാധിക്കുകയാണ്. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം അറിയാതെ ഏതൊരു കാര്യവും സംഭവിക്കുന്നില്ല. ദൈവം അറിയാത്തതായിട്ട് ഒരു കാര്യങ്ങളും നമ്മളിൽ ഇല്ല എന്നുള്ളതാണ്. അത് യോശുവ 7-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 11-12 വാക്യം വായിക്കുമ്പോൾ, ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു, അവർ ശപിതാർപ്പിതം എടുത്തിരിക്കുന്നു, അവർ മോഷ്ടിച്ച് മറവ് ചെയ്ത് തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഒരുപക്ഷേ എരിഹോവിലിനെ തകർക്കപ്പെട്ടപ്പോൾ എരിഹോവിലിനെ തകർത്ത ഇസ്രായേൽ ജനങ്ങൾക്ക് അവിടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞതായ ഒരു കാര്യം, അതെ, ശപഥാർപ്പിതം നിങ്ങൾ എടുക്കരുതെന്നുള്ളതാണ്. എന്നാൽ കൊള്ളയുടെ കൂട്ടത്തിൽ ആഖാൻ അതെ ഒരു വിശേഷപ്പെട്ട ബാബിലോൺ മേലങ്കിയും 50 ശേക്കൽ സ്വർണവും 200 ശേക്കൽ വരുന്നതായ വെള്ളിയും അവൻ കണ്ടു, മോഹിച്ചു, എടുത്തു, കുഴിച്ചിട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാപത്തിൻ്റെ ആരംഭം ഇങ്ങനെ തന്നെയാണ്. കാണുക, മോഹിക്കുക, അതിനെ എടുക്കുക, കുഴിച്ചിടുക. ആദിയിൽ പാപം കടന്നു വന്നതും അപ്രകാരമാണ്. ഏദെൻ തോട്ടത്തിലെ വിലക്കപ്പെട്ട കനിയിൽ കാണുമ്പോൾ ആ പഴം കണ്ട് മോഹിക്കുന്നതായ അവ്വ അത് കാണുകയും പിന്നെ അത് മോഹിക്കുകയും പിന്നെ അതിനെ അതെ മഹാസർപ്പമാകുന്ന പാമ്പിൻ്റെ കയ്യിൽ നിന്ന്, അത് സാത്താൻ്റെ കയ്യിൽ നിന്ന് അവൾ സ്വീകരിച്ച്, അവ്വ സ്വീകരിച്ച് അത് പഠിച്ച് അവിടെ ഉള്ളിലാക്കുന്നതായിട്ട് കണ്ടെത്തുവാൻ കൊണ്ട് സാധിക്കും. പാപം ഇങ്ങനെ തന്നെയാണ് അതെ രൂപപ്പെടുന്നത് എന്ന് നമുക്ക് കാണുവാൻ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ആഖാൻ എടുത്ത് വളരെ രഹസ്യമായി ചെയ്തിരുന്ന ഈ കാര്യം ഒരു മനുഷ്യരും അറിയുന്നില്ല, ആരും അറിയുന്നില്ല, ദൈവവും അറിയുന്നില്ല. ഒരു ധാരണ ഒരുപക്ഷേ ആഖാൻ ഉണ്ടായിരുന്നിരിക്കണം. എന്നാൽ ഇവിടെ പരമരഹസ്യമായിട്ടുള്ള ഈ കാര്യം ദൈവമായ കർത്താവ് അറിയുന്നു. നമ്മുടെ ഹൃദയങ്ങളിൽ വിചാരിക്കുന്നതായ വിചാരങ്ങളും ചിന്തകളും നനവുകളുമൊക്കെയും അറിയുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കോണം ഈ സംഭവത്തിലൂടെ ദൈവം ഇടവരുത്തുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, അതെ, ദൈവസന്നിധിയിൽ നാം ഒന്നും മറച്ചു വയ്ക്കാൻ പാടില്ല. സദൃശവാക്യം 28-ന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ അതെ നിൻ്റെ പാവങ്ങളെ മറച്ചു വയ്ക്കരുത് എന്നാണ്. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയവൻ ഭാഗ്യവാൻ എന്നാണ്. എന്നാൽ പാപത്തെ നാം മറച്ചു വയ്ക്കുകയല്ല വേണ്ടത്, ദൈവം നമ്മുടെ പാപങ്ങളെ മറച്ചു തരണം. എങ്കിൽ മാത്രമേ അവൻ നമ്മുടെ പാപങ്ങളെ അതെ മോചിച്ചതായിട്ട് നമുക്ക് കണ്ടെത്തുവാൻ കൊണ്ട് സാധ്യമാകുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം പാപങ്ങളെ മറച്ചു വയ്ക്കുവാൻ തക്കവണ്ണം ശ്രമിക്കുന്നു. പാപങ്ങളെ അതെ മറച്ചു വയ്ക്കാതെ അത് പാപങ്ങളെ ഏറ്റുപറയാണ് വേണ്ടത്. പാപങ്ങൾ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിക്കുകയാണ്. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നാം ദൈനംദിന ജീവിതത്തിൽ പാപം ചെയ്യുന്നവരാണ്. പക്ഷേ ദൈവമക്കളായിരിക്കുന്ന നാം പലപ്പോഴും ദൈവവചനം കേട്ടുകൊണ്ടോ പഠിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പാപങ്ങളെ ഏറ്റുപറയുന്നവരായി തീരുന്നുവെങ്കിലും യഥാർത്ഥമായിട്ടുള്ള പാപം പൂർണ്ണമായിട്ടും ഏറ്റുപറയുന്നില്ല. ഇങ്ങനെ ഏറ്റുപറയാതിരിക്കുന്ന പാപമോ അത് പരിശുദ്ധാത്മാവിനോട് എതിരായിട്ടുള്ള പാപമാണ്. അതുകൊണ്ട് നാം പാപങ്ങളെ മറച്ചു വയ്ക്കരുത്. കാരണം ദൈവമായ കർത്താവ് സകലതും അറിയുന്നു. അതുകൊണ്ട് നാം പാപം മറച്ചു വയ്ക്കുന്നു എങ്കിൽ വലിയ ശാപത്തിനും ദൈവത്തിൻ്റെ വലിയ കോപത്തിനും ഇടയായിത്തീരുകയും രക്ഷ നമ്മളിൽ നിന്ന് അകന്നു പോകുകയും ചെയ്യും. അതിന് പരിഹാരമാർഗമായിട്ടോ ഇവിടെ ചിന്തിക്കേണ്ടത്, ആഖാൻ യോശുവയോട് തൻ്റെ പാവങ്ങളെ ഏറ്റുപറഞ്ഞതുപോലെ, ഞാൻ ഇന്നതൊക്കെയും ചെയ്തു പോയി,
ഞാൻ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ നാമും ദൈവസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയേണ്ടിയിരിക്കുന്നു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ ദൈവമായ കർത്താവ് നമ്മോട് ക്ഷമിക്കുകയും നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ അവസാനമായി നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, മനസ്സു തകർന്നവരെ അവൻ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ്. 7-ാം അധ്യായത്തിൽ യോശുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, യഹോവ യോശുവയോട് അരുളി ചെയ്തു, എഴുന്നേൽക്കുക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിനാണ്? ഇസ്രായേൽ ജനം പാപം ചെയ്തിരിക്കുന്നു. അതെ, നമ്മുടെ വ്യസനത്തിനുള്ള കാര്യം, നമ്മുടെ പ്രതികൂല അവസ്ഥകൾക്കുള്ള പരിഹാരം ദൈവമായ കർത്താവ് നമുക്ക് പറഞ്ഞു തരുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പാപാവസ്ഥയിൽ ആണ്ട് ലോക ആഡംബര ജീവിതങ്ങളിൽ വ്യാപൃതരായി ദൈവ വഴികളിൽ നിന്ന് ചിന്നിച്ചിതറി നാം ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മൾ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട, അത് മാനസാന്തര ക്രിസ്ത്യാനിയാണ്, രക്ഷിക്കപ്പെട്ട ഒരു ക്രിസ്ത്യാനിയാണ് എന്ന് പറയുമ്പോഴും നമ്മളൊന്ന് പൂർണ്ണമായിട്ട് നമ്മെ തന്നെ ശോധന ചെയ്താൽ നാം ഏറ്റുപറയാത്ത നിരവധി പാപങ്ങൾ നമ്മൾ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു, മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പാപങ്ങളെ നാം ഏറ്റുപറയാതെ ഇരിക്കുന്നു എങ്കിൽ അത് കണ്ടുപിടിക്കുവാൻ തക്കവണ്ണം, അതിൻ്റെ പരിഹാരം കണ്ടെത്തുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യാം. നമ്മുടെ പ്രതിസന്ധിക്കുള്ള കാരണം എന്താണ്? ദൈവസന്നിധിയിൽ നമുക്ക് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ദൈവം അതിനുള്ള പരിഹാരമാർഗം നൽകിത്തരും. ദൈവമായ കർത്താവ് മനസ്സു തകർന്നവരെ സംരക്ഷിക്കുകയാണ്. ആ സംരക്ഷണം നമുക്ക് ലഭിപ്പാൻ തക്കവണ്ണം മുഖാന്തരമായി തീരട്ടെ. ഈ പട്ടണത്തെ തോൽപ്പിക്കുവാൻ തക്കവണ്ണം ശാപം നമ്മളിൽ നീക്കിയതുപോലെ നമ്മുടെ പാപങ്ങൾ നമ്മളിൽ നിന്ന് നീക്കാം. ഇല്ലെങ്കിൽ ശാപം നമ്മുടെ ഇടയിൽ ഇരുന്നാൽ ക്രിസ്തു നമ്മുടെ കൂടെ ഇരിക്കുകയില്ല, സാത്താൻ പുറം കാട്ടേണ്ടി വരും. അതുകൊണ്ട് ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് സാത്താൻ നമ്മളെ വിട്ട് കടന്നു പോകുവാൻ ഇടയാക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധനായിരിക്കുന്ന സ്വർഗീയ പിതാവെന്നുള്ള ദൈവമേ, വീണ്ടും സന്നിധിയിൽ ഒരു നിമിഷം കൂടെ പ്രാർത്ഥിപ്പാനും ദൈവമേ അവിടുത്തെ സന്നിധിയിൽ നിന്നുകൊണ്ട് ദൈവവചനങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം നീ അവിടെ നിന്ന് ഇടവരുത്തിയതുകൊണ്ട് സ്തുതിക്കുന്നു. പാപികളായ അടിയങ്ങൾ പാപത്തെ മറച്ചു വച്ചിരിക്കുന്ന ഏറ്റവും വലിയ ശാപമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ശാപം നീക്കിക്കളയുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ ഞങ്ങളെ ഉദ്ബോധിപ്പിച്ചിരിക്കുന്നവരുടെ നിന്ന് സ്തുതിക്കുന്നു. ദൈവമേ കർത്താവെ, ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് തിരുസന്നിധിയിൽ മാനസാന്തരപ്പെട്ട് അവിടെ നല്ല ജീവൻ നയിപ്പാൻ തക്കണം ദൈവ കർത്താവ് സഹായിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ അടിയങ്ങൾ നിന്നോട് സ്തുതിക്കുന്നു. മാനമഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.